അത് ഞങ്ങളുടെ പ്രൊഡക്റ്റ് ആര് അഡ്രസ്സ് അയച്ചു തന്നാലും ഞങ്ങൾ അയച്ചു തരും. കഴിച്ചു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഗൂഗിൾ പേ ചെയ്താലും മതി. അത്ര ഗ്യാരണ്ടി ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. നമ്മളെല്ലാവരും ചെറുനാരങ്ങ അച്ചാർ, മാങ്ങ അച്ചാർ, വെളുത്തുള്ളി അച്ചാർ, ഇങ്ങനത്തെ അച്ചാറുകൾ കഴിച്ചിട്ടുണ്ടാവില്ലേ? ഇതിപ്പോൾ നോൺ വെജ് അച്ചാർ, മീൻ അച്ചാർ, ചിക്കൻ അച്ചാർ, ബീഫ് അച്ചാർ, അതിന് പുറമെ ഉണക്കിറച്ചി, ഇടിയിറച്ചി, ബീഫിന്റെ ഇടിയിറച്ചി, ചിക്കൻ്റെ ഇടിയിറച്ചി, ചമ്മന്തിപ്പൊടി, ചെമ്മീൻ ചമ്മന്തി, മസാലപ്പൊടികൾ, അങ്ങനെ ഒരുപാട് ഐറ്റംസും നല്ല ടേസ്റ്റിൽ നാടൻ വീട്ടിലുണ്ടാക്കുന്ന അച്ചാർ കുറച്ച് പരിചയപ്പെട്ടാലോ? പണ്ട് കാലങ്ങളിൽ തട്ടിലിട്ട് ഉണങ്ങി അടുപ്പിന്റെ മേളിൽ തട്ട് കെട്ടി അതിൽ വെച്ച് ഉണങ്ങുന്ന അതേ രീതിയിൽ കണ്ടല്ലോ. ആ തട്ടിലിട്ട് ഞങ്ങൾ ഉണങ്ങുന്നത് ഡ്രയറിൽ ഉണ്ടാക്കുന്നതിനേക്കാൾ എത്രയോ ടേസ്റ്റ്, അതുകൊണ്ടാണ് നമ്മുടെ സാധനത്തിന് കൂടുതൽ വരുന്നത്. പിച്ച് കീറി ഇടിച്ച് പിച്ച് കീറി പണ്ട് കാലങ്ങളിലൊക്കെ എങ്ങനെ പിച്ച് കീറുന്നു അതേപോലെ തന്നെ ഇപ്പോഴത്തെ ഉണങ്ങുന്നത്. ഡ്രയറിലിട്ട് ഉണങ്ങി ഇത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ ഇടി ചിക്കൻ ലോകത്ത് മറ്റെവിടെയും നമ്മൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. ബാക്കി കിട്ടുന്ന ഇടി ചിക്കനൊക്കെ ഫ്രഷ് മീറ്റ് കൊണ്ട് ചെയ്യുന്നതാണ്. ഈ 4 ദിവസം ഉണക്കി പ്രോസസ്സ് ചെയ്തിട്ട് ചെയ്യുന്നത് എവിടെയും എൻ്റെ അറിവിലില്ല. നല്ല ടേസ്റ്റ് ആണ്. എന്റെ മക്കള് ജർമ്മനിക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ടേസ്റ്റും